ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ലാസ്റ്റ് റെഡ് ടെയിൽ ജയൻ്റ് ഗരാമയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ DM-ൽ ചോദിച്ചാണ് എങ്ങനെയാണ് ഇത്ര നല്ല റെഡ് കളർ ടെയിലിൽ വന്നതെന്ന്. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫ്രൈ സെലക്ഷനാണ്. ഫ്രൈയെ സെലക്ട് ചെയ്യുമ്പം അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ടെയിലുള്ള ഫ്രൈയെ തന്നെ സെലക്ട് ചെയ്യുക. ചിലതിന് മഞ്ഞ കളറ് അല്ലെങ്കിൽ ഒരുമാതിരി ബ്രൗൺ പോലത്തെ കളറൊക്കെ ആയിരിക്കും. അതിനെ സെലക്ട് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ഫുഡാണ്. ഹിക്കാരിയുടെയൊക്കെ അത്യാവശ്യം നല്ല സ്പൈറലിനൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി പെലറ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന ഹിക്കാരിയും ഒപ്റ്റിമ 3-in-1 ആണ്. അത് രണ്ടും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ലീഫി വെജിറ്റബിൾസ്. അതിൽ നമ്മുടെ സ്പിനാച്ച്, ചീര ഐറ്റംസ്, അതേപോലെ തന്നെ ചേമ്പല, തഴുതാമ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് ഇവർക്ക് പ്രോൺസ് കൊടുക്കാവുന്നതാണ്. അതും കളറൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക. പ്രോൺസ്, കക്ക ഇറച്ചി, ഇതൊക്കെ അവർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് വെട്ടിൽ, പാറ്റ, അങ്ങനെയുള്ള സംഭവങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോത്തൊക്കെ നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട്. ഒരിക്കലും ഇവരെ പെട്ടെന്ന് ഗ്രോ ആക്കാതിരിക്കുക. പെട്ടെന്ന് ഗ്രോ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ആ റെഡ് കളർ അത്ര നല്ല ബ്രൈറ്റായിട്ട് വരത്തില്ല വലുതായി കഴിയുമ്പോൾ. അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഇവരുടെ pH മെയിൻ്റനൻസ് ഒക്കെയാണ്. 6.5 to 8 വരെയുള്ള pH ആണ് ഇവർക്ക് നല്ലത്. അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി വളരെ മസ്റ്റായിട്ട് നല്ല ക്ലീൻ വാട്ടർ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഇവരെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇവരുടെ ടാങ്ക് മെയ്റ്റ്സ് അത്യാവശ്യം ഇവർക്ക് സ്ട്രെസ് ഉണ്ടാക്കാത്ത ടാങ്ക് മെയ്റ്റ്സിനെ സെലക്ട് ചെയ്യുക. അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ടാങ്ക് മെയ്റ്റ്സിനെ സെലക്ട് ചെയ്യാതിരിക്കുക. ഇവരൊരു 6-7 ഇഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമായിട്ടും അക്വേറിയത്തിലൊന്നും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ആ ടെറിട്ടോറിയൽ ബിഹേവിയർ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കായിരിക്കും നല്ലത്.